Hello, good morning everyone. Today we are going to learn about the new chapter in biology, respiration and excretion. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതേപോലെ ആ ഒരു റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ട്രാക്റ്റ് ഏതൊക്കെ ട്രാക്കിലൂടെയാണ് റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് എങ്ങനെയാണ്, അതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ റെസ്പിറേഷൻ ബ്രീത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും മെഡിറ്റേഷൻ ടൈമിലൊക്കെ നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ എടുക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയ ആളാണ് നമ്മുടെ ആൻ്റണി ലവോയ്സിയ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 18th സെഞ്ചുറി സയൻറ്റിസ്റ്റ്. അതായത് പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ഇൻ ഓർഗാനിസം, എല്ലാ ഓർഗാനിസത്തിലും റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത് ആൻ്റണി ലവോയ്സിയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹമാണ് ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇതൊന്ന് പ്രൂവ് ചെയ്തത്? ടു പ്രൂവ് ദിസ് ഹീ പ്ലേസ്ഡ് എ ഗിനി പിഗ് ഇൻ എ സ്മോൾ ബക്കറ്റ്, ദെൻ ഹീ ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ് അനദർ ബക്കറ്റ് ഫിൽഡ് വിത്ത് ഐസ് ആൻഡ് കവേർഡ് ദ ഗിനി പിഗ് വിത്ത് എ നെറ്റ്. അതായത് ഒരു ഗിനി പിഗിനെ ഒരു ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചു. ഗിനി പിഗിനൊരു നെറ്റ് നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു ബക്കറ്റിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഈ ബക്കറ്റിൽ നിറയെ ഈ പിഗിന് ചുറ്റും ഐസ് ക്യൂബ് ഇടുകയാണ്. ഓക്കെ, ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ മെൽറ്റിംഗ് ഓഫ് ഐസ് ഡ്യൂ ടു ദി എക്സ്റ്റേണൽ ഹീറ്റ്, ഇൻസുലേഷൻ പ്രിക്കോഷൻസ് വർ ടേക്കൺ. അതായത് പുറമേ നിന്നുള്ള ഹീറ്റ് കൊണ്ടൊന്നും നമ്മുടെ ഐസ് മെൽട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് the ice melted. Lavoisier proved that the ice melted due to the heat from the guinea pig's body. അപ്പോൾ അദ്ദേഹം പ്രിക്കോഷൻസ് എടുത്തിട്ട് പോലും ആ ഐസ് മെൽട്ടാവുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുറമേ നിന്ന് ഒരു ഹീറ്റോ അല്ലെങ്കിൽ ഒന്നും വരാൻ ചാൻസ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഐസ് മെൽട്ടായത്? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഗിനി പിഗിൻ്റെ ബോഡിയിലുള്ള എനർജി മൂലമാണ്, ഹീറ്റ് മൂലമാണ് ഐസ് മെൽട്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. റെസ്പിറേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നമ്മുടെ എല്ലാ ഓർഗാനിസത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തത് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ്. ഓക്കെ, ദെൻ പിന്നെ ഇവിടെ പഠിക്കുന്നത്, ഇവിടെ ഒരുപാട് റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത്. ആദ്യം ഇതിലൊക്കെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്കറിയാം, നമ്മുടെ നോസിൻ്റെ അഗ്രഭാഗത്തിനെയാണ് നമ്മൾ നോസ്ട്രിൽ എന്ന് പറയുക. നോസിൻ്റെ അഗ്രഭാഗത്തിനെയാണ് നമ്മൾ നോസ്ട്രിൽ എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ നോസ്ട്രിൽ എന്ന് പറയുക. ദെൻ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് നെയ്സൽ കാവിറ്റി. അതിൻ്റെ മൂന്നാമത് കാണുന്ന നെയ്സൽ കാവിറ്റിയിലൂടെ കടന്ന് പിന്നെ എത്തുന്നത് നമ്മുടെ ട്രക്കിയയിലേക്കാണ്. ട്രക്കിയ നമ്മുടെ ശ്വാസനാളത്തിലേക്കാണ്. ദെൻ അവിടെ നിന്ന് ട്രക്കിയയുടെ ആ ഒരു പാർട്ട്, അതായത് നമ്മുടെ ലങ്സിലേക്ക്, ട്രക്കിയ നമ്മുടെ ലങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ബ്രോങ്കസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നോസ്ട്രിൽ വഴി, നെസൽ കാവിറ്റി വഴി ട്രക്കിയയിലെത്തുന്നു. ട്രക്കിയയിൽ നിന്ന് ആ ട്രക്കിയ നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് നമ്മുടെ ലങ്സിലേക്കാണ്. ആ ലങ്സിലേക്ക് ചെന്നെത്തി നിൽക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ബ്രോങ്കസ് എന്ന് വിളിക്കുക. അപ്പോൾ ലങ്സിലേക്ക് എത്തിയാൽ നമുക്കറിയാം, ഈ ബ്രോങ്കസിന് ഒരുപാട് ബ്രാഞ്ചുകൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ആ ഒരു ബ്രാഞ്ചുകളെയാണ് നമ്മൾ ബ്രോങ്കിയോളി എന്ന് വിളിക്കുക. അതായത് നമ്മുടെ ബ്രോങ്കസിൻ്റെ നിരവധി ബ്രാഞ്ചുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ഈ ബ്രാഞ്ചുകളെയാണ് നമ്മൾ ബ്രോങ്കിയോളി എന്ന് വിളിക്കുക. ഓക്കെ, ബ്രോങ്കസിൻ്റെ ബ്രാഞ്ചുകളെയാണ് നമ്മൾ ബ്രോങ്കിയോളി എന്ന് വിളിക്കുക. ദ ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കസ് വിച്ച് ഓപ്പൺ ടു ദ ആൽവിയോളി. ഓക്കെ, അപ്പോൾ ഈ ബ്രോങ്കസിൻ്റെ വിധമായിട്ടുള്ള ബ്രാഞ്ചസിൻ്റെ അഗ്രഭാഗം, അതായത് ടിപ്പ് എത്തി നിൽക്കുന്നത് അഗ്രഭാഗത്തെ എവിടേക്കാണ് എത്തി നിൽക്കുന്നത്? ആൽവിയോളയിലാണ്. എവിടെയാണ്? ആൽവിയോളയിൽ. അപ്പോൾ നോസ്ട്രിൽ, നേസൽ കാവിറ്റി, ട്രക്കിയ ശ്വാസനാളം,
ദെൻ ബ്രോങ്കസ്, ബ്രോങ്കിയോളെ, ദെൻ ആൽവിയോളെ. ഈ ആൽവിയോളെയാണ് നമ്മളിവിടെ വലിയൊരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൽവിയോയുടെ സ്ട്രക്ചർ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി ഇത് കൂടാതെ ഇതാണ് നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് നോക്കേണ്ട മറ്റു കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ലങ്സിനെ കാണാൻ കഴിയും അല്ലേ? ഇതാണ് നമ്മുടെ ലങ്സ്. ഈ ലങ്സിന് ചുറ്റും ഒരു ഡബിൾ ലെയേർഡ് മെമ്പറൈൻ കാണാൻ കഴിയും. ഈ ലങ്സിന് ചുറ്റും ഡബിൾ ലെയേർഡ് മെമ്പറൈൻ കാണാൻ കഴിയും. ഈ ഡബിൾ ലെയേർഡ് മെമ്പറൈനെയാണ് നമ്മൾ പ്ലൂറ എന്ന് പറയുക. ദ മെമ്പറൈൻ വിച്ച് കവേഴ്സ് ദ ലങ്സിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഡബിൾ ലെയേർഡ് മെമ്പറൈനെയാണ് പ്ലൂറ എന്ന് പറയുക. ഈ ഡബിൾ ലെയേർഡ് മെമ്പറൈൻ്റെ ഉള്ളിൽ അകത്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുണ്ടാവും. അതിനെ നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ഭാഗമാണ് നമ്മുടെ ഡയഫ്രം. ഈ സി ഷേപ്ഡ് ആയിട്ട് നമ്മുടെ ലങ്സിനെ താങ്ങി നിർത്തുന്ന ഒരാളാണ് നമ്മുടെ മസിലുകളാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ദ മസ്കുലർ വാൾ വിച്ച് സെപ്പറേറ്റ് ദ തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ കാവിറ്റി. നമുക്കറിയാം, നമ്മൾ ഒരു മനുഷ്യനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് പാർട്ടാക്കാൻ പറ്റൂലേ. എന്താണ്, ഒരു മനുഷ്യനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ തൊറാസിക് കാവിറ്റി, അബ്ഡോമിനൽ കാവിറ്റി എന്ന് രണ്ടായിട്ട് തിരിക്കാം. ഈ മുകളിലെ പാർട്ടിനെയാണ് നമ്മൾ തൊറാസിക് കാവിറ്റി എന്ന് വിളിക്കുക. അതേപോലെ താഴെയുള്ള പാർട്ടിനെയാണ് നമ്മൾ അബ്ഡോമിനൽ കാവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഇവർ രണ്ട് പേരെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഡയഫ്രം ഉള്ളത് കൊണ്ടാണ്. ഈ ഡയഫ്രാണ് ഇവരുടെ രണ്ട് പേരെയും ഈ ഒരു സെപ്പറേഷൻ അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ടാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നുകൂടി നോക്കാം. ഓക്കെ, നോസ്ട്രിൽ, നേസൽ കാവിറ്റി, ട്രക്കിയ, ബ്രോങ്കസ്, ബ്രോങ്കിയോളെ, ദെൻ ആൽവിയോളെ. അതാണ് നമ്മുടെ ട്രാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്ലൂറ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിൻ്റെ ഡബിൾ ലെയേർഡ് മെമ്പറൈനാണ്. അതിൽ ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ടിന് അതിനെ പ്ലൂറൽ മെമ്പറൈൻ എന്ന് വിളിക്കും. പിന്നെ ലങ്സിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്തും പോലുള്ളൊരു പാർട്ടാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ആൽവിയോളെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ആൽവിയോള എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ലൈക്ക് മുന്തിരിക്കൊല അല്ലേ, മുന്തിരിക്കൊല പോലെ കാണുന്നൊരു ഭാഗമാണ് നമ്മുടെ ആൽവിയോള എന്ന് പറയുന്നത്. നമ്മുടെ രണ്ട് ലങ്സിലായിട്ട് കാണപ്പെടുന്ന ഈ ആൽവിയോളെ നമുക്ക് എന്താണ്, അതായത് ദീസ് ആർ ആൽവിയോളെ, ദീസ് ആർ ഡെലിക്കേറ്റ് എയർ സാക്സ് which are elastic in nature and are seen at the tip of branches അല്ലേ. അതായത് ആൽവിയോള എന്ന് പറയുന്നത് നമ്മുടെ ബ്രോങ്കിയോളയുടെ ടിപ്പിൽ കാണുന്നതാണ് നമ്മുടെ ആൽവിയോള എന്ന് പറയുന്നത്. അതിന് ചുറ്റും, ഈ ആൽവിയോളയ്ക്ക് ചുറ്റും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഒരുപാട് ബ്ലഡ് വെസലുകൾ അവൈലബിൾ ആണ്. അതായത് ബ്ലഡ് വെസലുകളാൽ കവർ ചെയ്തിട്ടാണ് നമ്മൾ ആൽവിയോളയെ കാണുക. അതുപോലെ തന്നെ ദർ ആർ അപ്രോക്സിമേറ്റ്ലി 70 crores ആൽവിയോൾ ഇൻ ബോത്ത് ലങ്സ് ടുഗെദർ. അതായത് രണ്ട് ലങ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 70 കോടി ആൽവിയോളെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആൽവിയോളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഷോർട്ട് നോട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പാത്ത് ഇവിടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ നന്നായിട്ടൊന്ന് വായിച്ച് പഠിച്ച് വെക്കുക. ഇനി നമ്മൾ പോകുന്നത് വെന്റിലേഷനാണ്. എന്താണ് വെന്റിലേഷൻ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, വെന്റിലേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ റൂമിൽ മുഴുവൻ അടച്ച് പൂട്ടിയിരിക്കുകയാണെങ്കിൽ പറയുമ്പോൾ ഇവിടെ ഒരു വെന്റിലേഷൻ ഇല്ലാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് വെന്റിലേഷൻ? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. അത് തന്നെയാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. വെന്റിലേഷൻ, മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ലങ്സ് ആൻഡ് ബാക്ക് ഈസ് കോൾഡ് വെന്റിലേഷൻ. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ഉള്ളിലേക്കും പുറത്തോട്ടേക്കും പോകുന്നതിനെയാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുക. അപ്പോൾ വെന്റിലേഷനിലെ എയറിനെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനും പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുന്നതിനും വേറൊരു പേരുണ്ട്. അതാണ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പൈറേഷൻ അല്ലേ. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. അതായത് അറ്റ്മോസ്ഫിയറിക് എയർ നമ്മുടെ ലങ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെയാണ്, ഉള്ളിലേക്ക് കടക്കുന്നതിനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുക. എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് എയർ ഇൻസൈഡ് ദ ലങ്സ് എക്സിസ്റ്റ് ത്രൂ ദി നോസ്ട്രിൽ. അതായത് നമ്മുടെ ലങ്സിലുള്ള ആ ഒരു എയർ പുറത്തോട്ടേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുക, എക്സ്പിറേഷൻ എന്ന് പറയാം. ഓക്കെ, അതിന് അതർ നെയിമാണ് ഇൻഹലേഷനും എക്സലേഷനും. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ, ഡ്യൂറിങ് എക്സ്പിറേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സിമ്പിളാണ്. നമുക്കറിയാം ഇൻസ്പിറേഷൻ ടൈമിൽ നമുക്കറിയാം നമ്മുടെ
റിബ്സ് അല്ലേ, റിബ്സ് നന്നായിട്ട് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇങ്ങനെ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത്, നമ്മൾ ഇൻസ്പിറേഷൻ നടക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ എയർ അകത്തോട്ടേക്ക് കടക്കുന്ന സമയത്ത് നമുക്കവിടെ എന്താണ് നമ്മുടെ ലങ്സ് കുറച്ച് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ, റൈസസ്. അതേപോലെ തന്നെ ഈ റിബ്സിൻ്റെ ഇടയിലുള്ള മസിലുകൾക്ക് നമ്മളൊരു പേര് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റർ കോസ്റ്റൽ മസിൽ എന്ന് പറയാം. നമ്മുടെ ഇൻ്റർകോസ്റ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിബ്സിൻ്റെ ഇടയിൽ കാണുന്ന മസിലുകളെയാണ് നമ്മൾ ഇൻ്റർ കോസ്റ്റൽ മസിൽ എന്ന് പറയാം അല്ലേ. ഇതാണ് നമ്മൾ റിബ്സ് എങ്കിൽ ഇതിൻ്റെ ഇടയിൽ കാണുന്ന മസിലുകളെയാണ് നമ്മൾ ഇൻ്റർ കോസ്റ്റൽ മസിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇൻസ്പിറേഷൻ നടക്കുന്ന സമയത്ത് ഇൻ്റർ കോസ്റ്റൽ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു, അതായത് ഒന്ന് ചുരുങ്ങുന്നു. ഇൻ്റർ കോസ്റ്റൽ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ലങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ് ഓഫ് റിബ്സ് റൈസസ് ഉയരുന്നുണ്ട് അല്ലേ. മൂവ്മെൻറ്റ് ഓഫ് ഇത് നമുക്കെന്താ പറയാം, റൈസസ് ഉയരുന്നു എന്ന് പറയാം. റിബ്സ് ഉയരുമ്പോൾ നമ്മുടെ ഇൻ്റർകോസ്റ്റൽ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു. ഇനി ചേഞ്ച് ഒക്കേഴ്സ്, അതിപ്പോൾ ഡയഫ്രത്തിന് എന്താണ് സംഭവിക്കുന്നത്, ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡയഫ്രം എന്താണ്, ഒന്ന് ചുരുങ്ങുകയാണ് ചെയ്യുക. ഇനി അതിനപ്പോൾ വോളിയം എങ്ങനെയാണ്, നമ്മുടെ റിബ്സ് ഇങ്ങനെ ഉയരുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരുപാട് സ്പേസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഷർ എന്ന് പറയുന്ന സാധനം കുറയാണ് അല്ലേ. ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, നമുക്ക് അവിടെ പ്രഷർ സ്വാഭാവികമായിട്ടും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആ സമയത്താണ് നമ്മുടെ എയർ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എയർ എന്ന് പറയുന്ന ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സ്പിറേഷൻ ടൈമിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇൻ്റർകോസ്റ്റൽ മസിൽ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യുന്നതിന് പകരം എക്സ്പാൻഡ് ചെയ്യും അല്ലേ, വികസിക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ റിബ്സ് ഒന്ന് കോൺട്രാക്ട് ചെയ്യുന്നു, അതായത് ചുരുങ്ങുന്നു. അതേപോലെ ഡയഫ്രം എന്താണ്, റിട്ടേൺ ടു ദി പ്രീവിയസ് സ്റ്റേറ്റ്, അതായത് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നോ നമ്മുടെ ഡയഫ്രം ഉണ്ടായിട്ടുള്ളത് അതേപോലെ റിട്ടേൺ ടു ദി പ്രീവിയസ് സ്റ്റേറ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, വോളിയം നേരത്തെ ഇൻസ്പിറേഷൻ ടൈമിൽ കൂടുകയാണ്, പക്ഷേ എക്സ്പിറേഷൻ ടൈമിൽ നമ്മുടെ റിബ്സൊക്കെ ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ വോളിയം കുറയുന്നു. അതേപോലെ അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്താണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഇനി നമ്മുടെ ആ സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാണ്, പുറത്തോട്ടേക്ക് എക്സിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ഓക്കെ അതിവിടെ മിസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതേപോലെ നോക്കിയിട്ട് പഠിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് അല്ലേ. അതായത് നമ്മുടെ ആൽവിയോളക്കകത്ത് വെച്ചിട്ടാണ് മുഴുവൻ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും നടക്കുന്നത്. ഇപ്പം ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ആൽവിയോൾക്കകത്താണ് നമ്മുടെ മുഴുവൻ ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ ആൽവിയോളക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് നമുക്ക് കാണാൻ കഴിയും. ഈ ബ്ലഡ് കാപ്പിലറീസിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ പ്രസൻ്റ് ആയിരിക്കും അല്ലേ. നമുക്കറിയാം നമ്മുടെ ചുവന്ന രക്താണുക്കൾ അഥവാ ഹീമോഗ്ലോബിൻ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഹീമോഗ്ലോബിനകത്ത് നമുക്കറിയാം, ഹീമോഗ്ലോബിനകത്ത് എന്താണ്, ഓക്കെ, ഈ ഹീമോഗ്ലോബിനകത്ത് നമുക്കറിയാം അമിനോ ആസിഡിൻ്റെ 2 ആൽഫ ചെയിൻ 2 ബീറ്റ ചെയിനൊക്കെ ഉണ്ട്, നമുക്കത് പഠിക്കാനുണ്ട് അല്ലേ. ഹീമോഗ്ലോബിൻ്റെ ഒരു ചെറിയ നോട്ട് നമുക്ക് ടെക്സ്റ്റിലുണ്ട്. ഇപ്പോൾ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ 4 ചെയിനിൻ്റെയും അകത്തായിട്ട് നമുക്ക് ഹീം കാണാൻ കഴിയും. ഈ ഹീം മോളിക്യൂൾസിനകത്താണ് അയേൺ ഉണ്ടാവുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, എന്നാലും ഒരു ഹീമോഗ്ലോബിന് 4ഓളം ഓക്സിജനെയാണ് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് ഓക്സി ഹീമോഗ്ലോബിനൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു നോട്ട് ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ആൽവിയോളയിലേക്ക് നമ്മുടെ ഓക്സിജൻ എത്തുകയാണ്. ആൽവിയോളയിലേക്ക് ഓക്സിജൻ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ആൽവിയോളക്കകത്ത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും.
അതായത് ഒരുപാട് ഓക്സിജൻ ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവും ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ആൽവിയോളയ്ക്ക് ചുറ്റുമുള്ള ബ്ലഡ് വെസലുകളിലേക്ക്, ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് നേരെ നമ്മുടെ ഓക്സിജൻ എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്കറിയാം, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവായ ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഈ ബ്ലഡ് വെസലുകളിൽ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസിൽ ആരുണ്ടെന്ന് പറഞ്ഞത് ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലേ. നമുക്കറിയാം അവിടെ എന്താണ് RBC അല്ലേ, അവിടെ ചുവന്ന രക്താണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ ഇവിടെ റെഡ് വെസലുകളിൽ ബ്ലഡ് കാപ്പിലറീസിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഓക്സിജൻ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. എന്തായിട്ട് മാറും? ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഓക്കെ, ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഈ ഓക്സി ഹീമോഗ്ലോബിന് വീണ്ടും അവിടെ നിന്ന് സഞ്ചരിക്കുകയാണ് അല്ലേ. എവിടത്തേക്കാണ് സഞ്ചരിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന ഓക്സിജൻ എത്തേണ്ടത് നമ്മുടെ സെല്ലിലേക്കാണ്. എവിടത്തേക്ക് എത്തേണ്ടത്? നമ്മുടെ ബോഡിക്കകത്തുള്ള സെല്ലിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ ആൽവിയോളയിലെത്തി, അതായത് നോസ്ട്രിൽ വഴി, നെസൽ കാവിറ്റി വഴി, ട്രക്കിയ വഴി, ബ്രോങ്കസ് വഴി, ബ്രോങ്കിയോള വഴി ആൽവിയോളയിലെത്തുന്നു. ആൽവിയോളെത്തുന്ന ഓക്സിജൻ നേരെ ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അവിടെയുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഇത് വീണ്ടും യാത്ര പോവാണ് അല്ലേ. സെല്ലിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കറിയാം സെല്ലിന് ചുറ്റും ആരുണ്ടാവും? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാവും അല്ലേ. സെല്ലിന് ചുറ്റും ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലഡ് കാപ്പിലറീസിലേക്ക് വീണ്ടും ഓക്സി ഹീമോഗ്ലോബിൻ എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്താണ് ഓക്സി ഹീമോഗ്ലോബിൻ സെപ്പറേറ്റ് ആയിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനും മാത്രമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? നമ്മുടെ ഈ ബ്ലഡ് വെസലുകളിലേക്ക്, ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഓക്സിജൻ മാത്രം നമ്മുടെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം സെല്ലിൻ്റെ ഇടയിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇവിടെ നിന്നാണ് പിന്നെ കുറച്ച് ന്യൂട്രിയൻസും നമ്മുടെ ഓക്സിജനും സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ സെല്ലിലേക്ക് എൻ്റർ